എൻ്റെ പേര് സാന്ദ്ര. ഞാൻ ആലപ്പുഴ പറവൂരിൽ നിന്ന് വരികയാണ്. ഞാൻ ഈ 2023 ജൂൺ 2-ാം തീയതിയാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപരിപഠനത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ എറണാകുളത്ത് കൊടക് മഹീന്ദ്ര ബാങ്കിൽ സെയിൽസ് ജൂനിയർ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, ക്രെഡിറ്റ് കാർഡ് സെക്ഷനിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നിൽക്കുന്ന വീടിൻ്റെ അപ്സ്റ്റേഴ്സിൽ വന്നൊരു കുട്ടിയായിട്ട് പരിചയപ്പെടുകയും ആ ആൾ ഒരു UK കമ്പനിയിൽ ഒരു കെയർ ഗിവേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ എന്നോട് അതിൻ്റെ കാര്യം പറയുകയും ഞാനപ്പോൾ പോകാൻ UK ഇങ്ങനെ കെയർ വിസയിൽ പോകാമെന്നുള്ള പ്ലാനിങ് ആയതും അപ്പോൾ IELTS മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ IELTSന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇൻകം അല്ലാണ്ട് ₹1 പോലും എൻ്റെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. എൻ്റെ ഫാമിലി ഫിനാൻഷ്യലി ഭയങ്കര ലോ ആയിരുന്നു. അങ്ങനെ ഞാൻ IELTS എഴുതാൻ വേണ്ടി പഠിച്ചു, പ്രിപ്പയർ ചെയ്തു. അവർ പറഞ്ഞ റിക്വയർഡ് സ്കോർ എന്ന് പറഞ്ഞാൽ 4.5 ആയിരുന്നു. ഞാൻ എഴുതി, എനിക്ക് 5.5 കിട്ടിയുള്ളൂ. ഇത് എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ആ കൺസൾട്ടൻസി ഓഫീസിൽ പോയി ഡയറക്റ്റ് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തത്. അപ്പോൾ അറിഞ്ഞ് അവിടെ 2 വർഷമായിട്ട് പോവാണ്ട് പെൻഡിങ്ങിൽ കിടക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇവർ പോയാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ പ്ലാൻ എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അത് വിട്ട് ഞാൻ ശരിക്കും മെൻ്റലി ഭയങ്കര ലോ ആയിപ്പോയി. കാര്യം ഞാൻ അത്രയും ഡ്രീം ചെയ്ത് നിന്നൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ ഈ കേസ് UK എന്നുള്ള ഒരു ഡ്രീമേ വിട്ട ഒരാളാണ് ഞാൻ. അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഓരോന്ന് നമ്മൾ സ്ക്രോൾ ചെയ്യാൻ നേരത്തു ഓരോ ഇൻടേക്ക് ടൈം ആയത് കാരണം യൂണിവേഴ്സിറ്റിയുടെ ആഡ് കുറേ കണ്ടിട്ട് വെറുതെ എല്ലാ ആഡിനും ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് അയച്ചും മെസ്സേജ് അയച്ചും ഒക്കെ ഇരുന്നു. എനിക്ക് ഒരുപാട് കൺസൾട്ടൻസിയിൽ നിന്ന് കോൾ വന്നു. കോൾ എടുക്കും, സംസാരിക്കും. ഇത്ര എമൗണ്ടാന്ന് അറിയുമ്പോൾ ഞാനത് വിട്ട് കളയും. അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിത്തൗട്ട് കൊളാറ്ററിൽ ലോൺ കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു സ്കീം അറിഞ്ഞത്. അങ്ങനെ എനിക്കത് നോക്കാമെന്നും പറഞ്ഞിട്ട് വിത്തൗട്ട് കൊളാറ്ററിൽ നോക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ബാങ്കിൽ ഞാൻ കയറി ഇറങ്ങി നടന്നു. ഒരുപാട് ബാങ്കിൽ, ഇപ്പോൾ ആലപ്പിയിലുള്ള ഒട്ടുമിക്ക എല്ലാ ബാങ്കിലും വിത്തൗട്ട് കൊളാറ്ററൽ ലോൺ കിട്ടുമോ എന്നറിയാനായിട്ട് ഞാൻ പോയി. ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറഞ്ഞ ബാങ്കിൽ തന്നെ ഇറക്കി വരെ വിട്ടു. അവർക്ക് അക്കൗണ്ട് ഇല്ലാണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അക്കൗണ്ട് എടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് പോലും എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഇരുന്ന ഞാൻ പിന്നെ ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ എത്തിക്കഴിഞ്ഞപ്പം എന്നെ സ്റ്റഡി വേൾഡ് എന്നുള്ള ഒരു കൺസൾട്ടൻസിയിൽ നിന്ന് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വരാനൊരു ചാൻസ് ഇല്ല, കാര്യം ഇപ്പം ഇത്രയും എമൗണ്ട് റേസ് ചെയ്യാൻ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാനിത് ഡ്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇന്ന പോലെ HDFC ക്രെഡിറ്റ് ലോൺ കൊടുക്കുന്നുണ്ട്, അത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിയറസ്റ്റ് HDFC ബാങ്കിൽ കോൺടാക്ട് ചെയ്തു. അവിടെ ഡയറക്റ്റ് പോയി സംസാരിച്ചു. അപ്പോൾ അവർ ക്രെഡില്ലയുടെ ടീംസിൻ്റെ നമ്പർ തന്നു. ക്രെഡില്ലയുടെ HDFC ബാങ്കിൻ്റെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ക്രെഡില്ല എന്ന് പറയുന്നത്. അങ്ങനെ അവിടുത്തെ സ്റ്റാഫുമായിട്ട് സംസാരിച്ചു. എല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം ഷെയർ ചെയ്തു. ലോണിന് വേണ്ടി വെച്ചു. പിന്നെ തടസ്സങ്ങളായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലായിരുന്നു ഞാൻ. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ പ്രാർത്ഥനയില്ല. ഞാൻ മന്ത്ലി ഒരു 7-8 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അമ്പലത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ ഒരു ഹിന്ദു റിലീജിയനിൽ നിന്ന് വരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ വഴിപാട് ചെയ്യും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. പക്ഷെ എനിക്ക് അതിൻ്റേതായ ഒരു പ്രതിഫലം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് ലോണിന് വേണ്ടി വയ്ക്കാൻ വേണ്ടി ഇവിടെ ആദ്യം വന്നത്. അപ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് ഇവിടുന്ന് പറഞ്ഞു, മോളെ നീ ഉടമ്പടി എടുക്ക്. ഞാൻ സിസ്റ്ററോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ അവസ്ഥ ഇതാ സിസ്റ്റർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഉടമ്പടി എടുക്കും, എൻ്റെ കാര്യം നടക്കും. അങ്ങനെ ഉടമ്പടി എടുത്ത് എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ലോൺ സാങ്ഷനായിട്ട് കിട്ടി. എൻ്റെ ലോൺ സാങ്ഷനായി കിട്ടിക്കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പിറ്റേന്ന് ഇവിടെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്കമ്മ ലോൺ എനിക്ക് കിട്ടുകയാണ്, ഞാൻ അതിൻ്റെ പിറ്റേന്ന് ഇവിടെ വന്നേക്കാം സാങ്ഷൻ ആവുകയാണെങ്കിൽ. അതുപോലെ കിട്ടി. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്. പിന്നെ പ്രാർത്ഥന മുടക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേന്ന് ഞാൻ രാവിലെ എഴുന്നേക്കാൻ മടിയുള്ളൊരു കൂട്ടത്തിലാണ്. ഞാനിങ്ങനെ അലാറം ഒന്നും വെച്ചില്ല. രാവിലെ 5:30 പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലുണ്ട്, പക്ഷെ ഉറങ്ങിപ്പോയി. വെളുപ്പിനെ ഞാനൊരു സ്വപ്നം കാണുക, ഒരു അമ്മയും മോനും സ്കൂളിൽ പോയി. ഈ അമ്മയ്ക്ക് എന്തോ പ്രോഗ്രസ് റിപ്പോർട്ടിന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ അമ്മ വാഷ്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുമ്പോൾ യൂറിൻ പോകുന്ന എനിക്കാണ്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ്
എനിക്ക് യൂറിൻ പോകുന്നത് ക്ലിയർ ആയിട്ട് എൻ്റെ ബോഡി വെറ്റാവുന്ന എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. പക്ഷെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ മേത്ത് ഒരു തുള്ളി യൂറിൻ ഇല്ല. ഞാനപ്പം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ടൈം 5:07. ഞാൻ അപ്പം തന്നെ എൻ്റെ ആൻറ്റിയെ വിളിച്ച ആ സമയത്ത്. എൻ്റെ ആൻറ്റി ഖത്തറിലാണ്. ആൻറ്റിയെ വിളിച്ച് ഞാൻ പറഞ്ഞു, ആൻറ്റി ഇന്ന പോലൊരു സംഭവമുണ്ട്, എന്നെ ആരോ വിളിച്ചുണർത്തുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ ആൻറ്റി പറഞ്ഞു, നിന്നെ മാതാവ് വിളിച്ചുണർത്തിയതായിരിക്കും, നീ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഉണർത്തിയതായിരിക്കും, ആദ്യമായിട്ടല്ലേ. അന്ന് തൊട്ട് എനിക്ക് വിശ്വാസം ഇരട്ടിച്ച് ഇവിടത്തേക്കുള്ള. അങ്ങനെ പ്രാർത്ഥന തുടങ്ങി. എനിക്ക് ഒരു വട്ടം പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ പ്രാർത്ഥിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടി വന്നു എനിക്ക്. പിന്നെ ഒരു ദിവസം മുടങ്ങാണ്ട് കറക്റ്റ് ആ ടൈമിൽ ഞാൻ എഴുന്നേക്കും, രാത്രി പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലും, കൊന്ത ചൊല്ലും, എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. തടസ്സങ്ങളുണ്ടായെങ്കിലും പിന്നെ തടസ്സങ്ങൾ വന്നു. പക്ഷെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും. HDFC ക്രെഡില്ല, ചെന്നൈ ടീമാണ്. നമുക്കൊരു അത്ര റെസ്പോൺസിബിലിറ്റി അവർക്കില്ല. വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല. അവർ തോന്നിയ സമയത്താണ് അപ്ഡേറ്റ് നമുക്ക് തരുന്നത്. പക്ഷേ എനിക്കൊരു വഴിയില്ലാഞ്ഞിട്ട് ഞാൻ ഇവിടെ വരും. എനിക്ക് വിഷമം വന്ന ഓടി ഞാൻ ഇങ്ങോട്ട് വരും. ഇവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അവിടെ പോയിരുന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ വിളിച്ചതിന് മാത്രമുള്ള ബലം എനിക്കുണ്ടായി. എനിക്ക് ലോൺ കിട്ടി. ലോൺ കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഉള്ള ഒരു കടമ്പയെന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂവിന് അവർ തന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പഠിച്ചു. പക്ഷേ പെട്ടെന്ന് അവരെന്നോട് മൊഡ്യൂൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ അമ്മയുടെ കാശ് രൂപം മുറുക്കി പിടിച്ചിട്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പെട്ടെന്ന് മൊഡ്യൂൾ ചോദിച്ചപ്പോൾ എനിക്ക് മൊഡ്യൂൾ പറയാൻ എനിക്കറിയത്തില്ലായിരുന്നു. എന്നോട് അവർ ചോദിച്ചു, അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ബോഡി ഫുള്ള് വെറ്റായിട്ടാണ് ഞാൻ ആ റൂമിൽ നിന്ന് സൂം ഇൻ്റർവ്യൂ ഇറങ്ങി ചെന്നത്. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഫെയിൽഡ് ആവും, എനിക്ക് പറയാൻ പറ്റിയില്ല, എനിക്ക് നന്നായിട്ട് ഇത്ര ഓടിയ വെറുതെ ആയി പോകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് സംസാരിച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു. ഞാൻ ഇൻ്റർവ്യൂവിന് പാസ്സായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ക്യാസിന് വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ ക്യാസ് വരാൻ ലേറ്റ് ആയപ്പോൾ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് ഏജൻസിയിൽ ഒരു ചേട്ടൻ പറഞ്ഞു, ക്യാസ് വരാൻ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും, സെപ്റ്റംബർ ജനുവരിയിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് അതുവരെ പറ്റത്തില്ല, ഞാൻ ഇതിനു വേണ്ടി ഓടിയത്, എനിക്ക് മാക്സിമം സെപ്റ്റംബറിൽ തന്നെ പോകണം. അപ്പോൾ ക്യാസ് വന്നാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമ്പോൾ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ക്യാസ് വേഗം വരണം, എനിക്ക് സെപ്റ്റംബർ 20-നുള്ളിൽ എനിക്ക് പോകണം, ഇവിടുന്ന് എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരാഴ്ച ആയപ്പോൾ എനിക്ക് ക്യാസ് വന്നു. ക്യാസ് വന്നപ്പോൾ പിന്നെ ഉള്ള കടമ്പയെന്ന് പറഞ്ഞാൽ എൻ്റെ വിസയായിരുന്നു. എൻ്റെ വിസയ്ക്ക് ഡേറ്റ് എടുത്തു. എനിക്ക് കിട്ടിയ അപ്പോയിൻമെൻറ്റ് മുംബൈയിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ നാട്ടിൽ വന്നു. മുംബൈ പോകാൻ വേണ്ടി ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. എയർ ഏഷ്യ ആയിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് സൺഡേ ഇവിടുന്ന് പോയി. 11:50 ഫ്ലൈറ്റ്. കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ ബാംഗ്ലൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പായപ്പം അനൗൺസ് ചെയ്തു, ഞങ്ങൾ കയറിയ ഫ്ലൈറ്റിന് വീലിന് എന്തോ തകരാറ്, തിരിച്ച് കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കുമോ. ഈ വീലിൻ്റെ തകരാറിൻ്റെ പേടിയും എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയും അതിന് മേളിലായിട്ട് എനിക്ക് പേടി. എൻ്റെ അപ്പോയിൻമെൻറ്റ് മുടങ്ങി രാത്രി 12 മണിക്കുള്ളിൽ അത് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ എൻ്റെ ആ അപ്പോയിൻമെൻറ്റ് പോകും. എനിക്ക് പിന്നെ ടൈം തീരെയില്ല. എനിക്ക് 25-ാം തീയതി എനിക്ക് എൻറോൾമെൻ്റ് ആണ് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ. എനിക്ക് വേറൊരു വഴി എനിക്കില്ല. അങ്ങനെ ഞാൻ നന്നായിട്ട് ആ ഫ്ലൈറ്റിൽ ഇരുന്ന് ഞാൻ എൻ്റെ കാശ് രൂപം കയ്യിൽ പിടിച്ച് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് എന്തെങ്കിലും വരുന്നതിന് എനിക്ക് പേടിയില്ല, പക്ഷേ എനിക്ക് അപ്പോയിൻമെൻറ്റ് എനിക്ക് അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ, എനിക്ക് അവിടെ പോകണം. അങ്ങനെ ഞാൻ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഫ്ലൈറ്റായിരുന്നു, അത് വേറെ ഫ്ലൈറ്റ് ഇനിയില്ല. ആ ഒരു രാത്രി കൊണ്ട് ഞങ്ങൾക്ക് ബാംഗ്ലൂർ പോലും എത്താൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇൻഡിഗോയിൽ ഫ്ലൈറ്റിൽ കയറാൻ പറ്റും, അവിടെ ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ ഇരട്ടി പൈസ കൊടുത്തിട്ട് 2 ടിക്കറ്റ് ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നു. പൈസ പോയാലും കുഴപ്പമില്ല, പോകണമെന്ന് വെച്ചു. ഞങ്ങൾ മുംബൈയിലെത്തി. എല്ലാവർക്കും 1/2 മണിക്കൂറും 1 മണിക്കൂറോളം നിൽക്കുന്ന പ്രൊസീജിയർ എനിക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. വിസയുടെ ഞാൻ പ്രയോറിറ്റി വിസയാണ് വെച്ചത്. എനിക്ക് ഞാൻ വിസ വന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ ചിലപ്പോൾ ഈ 22nd ഞാൻ ഇവിടുന്ന് പോകും UK-ക്ക്. അതുപോലെ തന്നെ എൻ്റെ വിസ കിട്ടി. എൻ്റെ ഹസ്ബൻഡിനുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തു, പുള്ളിയെ കൊണ്ടുപോകാനായിട്ടുള്ളത്. പിന്നെ പ്രേക്ഷിത പ്രബലം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവർക്കും സഹായം ചെയ്യാറുണ്ടായിരുന്നു. പറവൂര് മരിയ ഡാം എന്ന് പറഞ്ഞിട്ടൊരു മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ
ഒരു കോൺവെൻറ്റ് പോലെയുണ്ട്. അവിടെ അന്നദാനം കൊടുക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും, അവർക്ക് സ്വീറ്റ്സ് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കും, അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. ഓണത്തിന് ഞാൻ എൻ്റെ വീട് പോലും വിട്ട് ഞാൻ അവിടെയായിരുന്നു എൻ്റെ ഓണം. അങ്ങനെ എന്നെ കൊണ്ട് അതുപോലെ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കും, മരുന്ന് കൊടുക്കും. IMS ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം കൊണ്ട് കൊടുക്കുന്നത് പള്ളികളുടെ വാതിക്കലൊക്കെ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു കൊടുക്കാനായിട്ട്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ പിന്നെ 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 എനിക്ക് ആ പേടിയില്ലാണ്ടായി. ഞാൻ പിന്നെ കൊണ്ട് കൊടുക്കുന്ന മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് ഓടിക്കുന്നവർക്കും മെഡിക്കൽ കോളേജിൽ വരുന്ന പേഷ്യൻസിനും അവരുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിനും കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ ഈ പോകുന്നിടത്തൊക്കെ ഞാൻ പറയും, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ഒന്ന് പോകാൻ വേണ്ടി, ഇത് മാത്രം മതി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാവരുടെ അടുത്തും ഒരു നാണക്കേടും ഇല്ലാണ്ട് ഞാൻ പറയുമായിരുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടും എൻ്റെ അമ്മയുടെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ബലം കൊണ്ടും എൻ്റെ കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും എല്ലാം തട്ടി മാറ്റി നടത്തി തന്നു. ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തൊരു കാര്യമായിരുന്നു, എനിക്ക് പീരീഡ്സ് മന്ത്ലി ഞാൻ ഒന്നെങ്കിൽ ഒരു മാസം 2 വട്ടം പീരീഡ്സ് ആവും, ഇല്ലെങ്കിൽ 2 മാസം ആവാതിരിക്കും. ഇങ്ങനത്തെ ഒരുപാട് PCOD ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിരുന്നു. ഇതിൽ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടില്ലായിരുന്നു ആ കാര്യം. പക്ഷേ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ആ മന്ത് തൊട്ട് എനിക്ക് കറക്റ്റായിട്ട് പീരീഡ്സ് വരുന്നുണ്ട്. എനിക്ക് പെയിന് വരുന്നില്ല. അത് അത്രയും അതൊക്കെ എനിക്ക് ഓരോ അനുഗ്രഹങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പ്രാർത്ഥിക്കാൻ നേരത്തെ മുല്ലപ്പൂവിൻ്റെ മണം എന്നെ വന്നിട്ട് ഈ കാറ്റ് തട്ടി എൻ്റെ മേത്ത് തട്ടുന്ന പോലത്തെ ഒരു ഫീലിങ്, ഞാൻ ഉറക്കത്തിൽ സാക്ഷ്യം പറയുന്നതായിട്ട് സ്വപ്നം കാണൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ടായി. എനിക്ക് എൻ്റെ മനസ്സിൽ ആരെങ്കിലും കിടന്നിങ്ങനെ പറയുന്നു. എനിക്ക് ഗ്യാസ് വരുന്ന സമയമായപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുക, ആ മൂലയ്ക്ക് ഞാൻ ഇരിക്കാൻ സമയത്ത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെയിൽ നോക്കും, എനിക്ക് ഗ്യാസ് വന്നു. ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പോകുന്ന തോട്ടം ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കിടന്ന് ആരോ പറയുന്നു, നീ നിൻ്റെ മെയിൽ ചെക്ക് ചെയ്യ്, മെയിൽ നോക്ക്. ഞാൻ മെയിൽ നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ഗ്യാസ് അതിൽ വന്ന് കിടപ്പുണ്ട്. അങ്ങനെ IMS പള്ളിയുടെ വാതിക്കിരിക്കുന്ന ഒരു അമ്മയുടെ കാല്, ഞാൻ അവിടെ പോകുമ്പോൾ ഒരു മെഴുതിരി മേടിക്കാൻ കയറി പരിചയമാണ് അമ്മയായിട്ട്. ആ അമ്മയുടെ കാലിൽ 2 ആണിയുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ കൈ ഇരുന്ന തൈലം ഒരു വട്ടം പിന്നീട് പോയപ്പോൾ അമ്മയുടെ കാല് ഞാൻ തേച്ച് കൊടുത്തു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, കാല് എങ്ങനെയുണ്ട്? കൊണ്ട് ലിസി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ 2 ആണിയിൽ 1 ആണി കാണുന്നില്ല. ആ സിസ്റ്റർ തന്നെ ചോദിച്ചു, ഇത് എവിടെ പോയി ചോദിച്ചു. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് എല്ലാവരും ഒരേ ഒരു കാര്യം, ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന ആൾക്കാർ ധൈര്യമായിട്ട് എടുത്തോ, നിങ്ങളുടെ കാര്യം നടക്കും. ഏറ്റവും എനിക്ക് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് എനിക്ക് ഭയങ്കര മാറ്റങ്ങൾ, എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്ക് തൊട്ടേനും പിടിച്ചാലും എനിക്ക് ഭയങ്കര ദേഷ്യം. ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചത് എൻ്റെ ദേഷ്യം എനിക്ക് മാറ്റിത്തരണമെന്നായിരുന്നു. ഇപ്പം അപ്പാടെ ഞാൻ മാറി, ഞാൻ ഭയങ്കര കാമായിട്ട് ഇപ്പം എൻ്റെ സ്വഭാവം കംപ്ലീറ്റ്ലി ചേഞ്ചായി. എനിക്ക് ഇത്രയും മാറ്റങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്ക് തിരുകുമാരന് 1000 നന്ദി ഞാൻ പറയുന്നു.